ഹലോ, നമസ്കാരം. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു, ആസാദി. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കാണണം കാണണം എന്ന് പറഞ്ഞതാണ്. പല സുഹൃത്തുക്കളും ആ സിനിമ കണ്ടിട്ട് വളരെ മികച്ച അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ സിനിമ കാണാൻ പോയത്. ഞാൻ റിലീസ് ദിവസം കാണണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. വേറെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളുണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, നരിവേട്ട, ആസാദി, പിന്നെ വേറെ ഏതൊരു പടം, അങ്ങനെ 4 പടങ്ങളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയോടുകൂടെ തിയേറ്ററിലെത്തിയത്. അതിൽ നരിവേട്ടയും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനെ കുറിച്ചൊക്കെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആസാദി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പ്രൊമോഷൻ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് ആളുകൾ എത്താനുള്ള ആ ഒരു ഒഴുക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അറ്റ് പ്രസന്റ് സ്റ്റേജിൽ ആസാദി എന്ന് പറഞ്ഞ സിനിമ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആളുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. തിയേറ്ററുകളിൽ ഷോകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ ചില തിയേറ്ററുകളിൽ 1 ഷോയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 2 ഷോ ആയിട്ടുണ്ട്. ചില തിയേറ്ററിൽ 3 ഷോയൊക്കെ ആയിട്ടുണ്ട്. അപ്പം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഓഡിയൻസ് ആസാദി എന്ന് പറഞ്ഞ സിനിമ കാണാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കാണണം എന്ന് വെച്ചിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. പക്ഷെ സാധിച്ചിരുന്നില്ല, കുറേ തിരക്കുകൾ കാരണം. പക്ഷെ ഇന്നലെ ഞാൻ ആ സിനിമ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. നമുക്ക് ആദ്യം പോസിറ്റീവിലേക്ക് തന്നെ പോവാം. ജോ ആണ് ഈ സിനിമയുടെ ഡയറക്ടർ. സാഗറാണ് ഈ സിനിമയുടെ കഥാ തിരക്കഥാ സംഭാഷണം. രണ്ടുപേരും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആണ് എന്ന് പ്രൂവ് ചെയ്തൊരു സിനിമയാണ് ഈ പറഞ്ഞ ആസാദി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം സ്ക്രിപ്റ്റ് റൈറ്റർ, കഥാ തിരക്കഥാ സംഭാഷണം സാഗർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക സാഗർ കോട്ടപ്പുറം, ലാലേട്ടൻ്റെ പഴയ സിനിമയിലെ ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ അതിൽ നോവൽ എഴുത്തുകാരനാണെങ്കിൽ ഇതിലെ സാഗർ ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയിട്ടുള്ള ഒറിജിനൽ സാഗറാണ്, ക്യാരക്ടറല്ല. അടിവരയിട്ട് ഞാൻ പറയാം, സാഗർ വരും വർഷങ്ങളിൽ മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ഹിറ്റുകളുടെ ഒരു റൈറ്റർ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വളരെ പതുക്കെ തുടങ്ങുന്ന സിനിമ. നമുക്ക് ആദ്യഘട്ടങ്ങളിലേ അറിയാം, ഒരൊറ്റ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട്, ഒരൊറ്റ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന സിനിമ. ശ്രീനാഥ് ബാസി എന്ന നടനിലൂടെ, അതോടൊപ്പം ശ്രീനാഥ് ബാസിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലാലുണ്ട്, പിന്നെ വേറെ കുറച്ച് ക്യാരക്ടറുകളുണ്ട്. ക്യാരക്ടറുകളുടെ പ്ലേസ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവരിലൂടെ കഥ പറഞ്ഞു പോകുന്നു. ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു കഥ. പക്ഷേ ആ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതുവരെ നമ്മൾ കണ്ട ഇൻസിഡൻ്റ് ഒന്നുമല്ല ആ സിനിമയുടെ യഥാർത്ഥ സോൾ, ആത്മാവ് എന്ന് പറയുന്നത് വേറെ ഒന്നാണ് എന്ന് മനസ്സിലാകുന്നിടത്താണ് ബ്രില്യൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരൻ്റെയും അയാൾ എഴുതി വെച്ച സാധനം അതുപോലെ നമുക്ക് മുന്നിലൊരു സിനിമ, നമ്മളത് നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു വികാരമായിട്ട് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കാൻ ഡയറക്ടർ ജോയ്ക്കും സാധിച്ചത് കൊണ്ടാണ് ആസാദി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴെങ്കിലും ആളുകൾ അറിഞ്ഞ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഷോകളുടെ എണ്ണം കൂടാനും ആളുകൾ തിയേറ്ററിലേക്ക് എത്താനും കാരണം. സാഗറിൻ്റെ റൈറ്റിംഗ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമാണ്. ഞാൻ പറഞ്ഞതുപോലെ സിനിമയുടെ അവസാന ഘട്ടത്തിലെ ഒരു 5-6 മിനിറ്റുകളിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ് സിനിമ. ആ ട്വിസ്റ്റിലേക്ക് സിനിമ എത്തുമ്പോൾ അത് റൈറ്ററുടെ മികവ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. സാഗറിന് വരും വർഷങ്ങളിൽ മികച്ച സിനിമകൾ എഴുതാൻ സാധിക്കും എന്നത് ഈ ഒരൊറ്റ ചിത്രത്തോടുകൂടെ സാഗർ പ്രൂവ് ചെയ്യും. ജോയുടെ മേക്കിംഗ് ചില സീൻസൊക്കെ കാണുമ്പോൾ വളരെ ബ്രില്യൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അടിപൊളി സീൻസാണ്. അതെല്ലാം കറക്റ്റായിട്ട്, അതായത് ക്യാമറമാനെ കൊണ്ട് എടുപ്പിച്ച് കൃത്യമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരു സിനിമ എങ്ങനെയാണോ ഡയറക്ടർ ചെയ്യേണ്ടത്. വലിയ സിനിമ പാരമ്പര്യമോ അല്ലെങ്കിൽ വലിയ സിനിമകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പരിചയമോ ഒന്നും ഇല്ലാത്ത ഡയറക്ടറാണ് ജോ. പക്ഷേ ജോയുടെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് എന്ന് മനസ്സിലാവും അദ്ദേഹം. പക്ഷേ അത്രയും അദ്ദേഹത്തിന് സിനിമയുടെ ഓരോ സീനിനെ കുറിച്ചും ഓരോ ഷോട്ട്സിനെ കുറിച്ചും വരെ കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു എന്ന് ആ സിനിമ കണ്ടിറങ്ങുന്ന നമുക്ക് മനസ്സിലാവും. നമ്മുടെ ആ സിനിമ ഒരു തരത്തിലും ഒരു സ്പേസിൽ പോലും, ഒരു ചെറിയൊരു സ്പേസ് പോലും നമുക്ക് ബോറടിക്കാൻ വേണ്ടി തരുന്നില്ല. സിനിമയുടെ ലാഗ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് അതിനകത്തുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ള ഒരൊറ്റ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈജു കുറുപ്പിന് ഒരു ക്യാരക്ടർ ഉണ്ട് ഈ സിനിമയിൽ. ആ സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടറിന് ഒരു കുറച്ച് പോർഷൻസ് കൊടുത്തിട്ട് പിന്നെ സൈജു കുറുപ്പ് ഇല്ല ആ സിനിമയിൽ. ഒന്നുകിൽ സൈജു കുറുപ്പിന് ആ സിനിമയിൽ എന്തെങ്കിലും ചെയ്യാൻ വേണമായിരുന്നു. സൈജു കുറുപ്പിന് അവസാനം ക്ലൈമാക്സിലോ ആ ട്വിസ്റ്റ് വരുന്ന ഘട്ടത്തിൽ സൈജു കുറുപ്പിൻ്റെ എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് കൊടുക്കുമായിരുന്നെങ്കിൽ മികച്ചതായാണ്. അതല്ലാതെ സൈജു കുറുപ്പ് ഒരു ചെറിയൊരു സ്ഥലത്ത് വന്ന്
പിന്നെ കാണാതെ പോകുന്ന, പിന്നെ ഇല്ല, ചിത്രത്തിലേ ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് സൈജു കുറുപ്പിനെ പൂർണ്ണമായിട്ടും ആ ക്യാരക്ടർ പൂർണ്ണമായിട്ടും ഒഴിവാക്കായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അവസാനം ക്ലൈമാക്സിൽ ഒരു സ്പേസ് കൊടുക്കണമായിരുന്നു എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബ്രില്യൻറ്റ്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ അതിനകത്തൊക്കെ അങ്ങ് ലയിച്ചിരുന്നു പോകുന്ന രീതിയിൽ ആ ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. സോങ്ങും കുഴപ്പമില്ല. ഇതിൻ്റെ ഓവറോൾ മേക്കിങ്, പിന്നെ ക്യാരക്ടേഴ്സ് സൈജു കുറുപ്പ്, ലാല്, പിന്നെ ശ്രീനാഥ് വാസി, നമ്മുടെ ശ്രീജിത്ത് രവിയുടെ അച്ഛൻ TG രവി, അങ്ങനെ വളരെ മികച്ച ക്യാരക്ടറുകൾ, കറക്റ്റ് പ്ലേസ്മെൻറ്റ്. ആർട്ടിസ്റ്റുകളുടെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അവരൊക്കെ കറക്റ്റ് ക്യാരക്ടറുകൾ അവർക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയതുപോലെ ക്യാരക്ടറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കാസ്റ്റിങ്ങിലൊക്കെ ഇതിൻ്റെ ടീം, ഡയറക്ടറും അസിസ്റ്റൻറ്റ് ഡയറക്ടറും അതിൻ്റെ പ്രൊഡക്ഷൻ ടീമൊക്കെ മികച്ചതായിട്ട് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ആസാദി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലുണ്ട് ഇപ്പോൾ. അതെല്ലാവരും പോയിരുന്ന് കാണണം. കാരണം ശ്രീനാഥ് ഭാസി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ഇത്രയും വർഷം നമ്മൾ കണ്ടിട്ടുള്ള കുടേടാ എന്ന് വിളിക്കുന്ന ശ്രീനാഥ് ഭാസിയിൽ നിന്ന് ഒരു സാധാരണ മനുഷ്യൻ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് അത്രയും എന്താ പറയുക ഇമോഷണലായിട്ട് അയാളുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന്, എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും. നമ്മൾ വിചാരിക്കും ശ്രീനാഥ് ഭാസി ഇപ്പോൾ അടിച്ച് പൊളിച്ച് എല്ലാവന്മാരെയും കൊന്ന് ആ സീൻ അങ്ങ് കൊണ്ടുപോകും, ആ സിറ്റുവേഷനിൽ അയാൾ വിജയിച്ചു പോകും എന്ന് നമുക്ക് സാധാരണ സിനിമയാണല്ലോ, നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഒരു സാധാരണക്കാരന് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് പോലീസുകാരോട് ഒരു സാധാരണക്കാരന് എത്രത്തോളം മത്സരിച്ച് നിൽക്കാൻ പറ്റും എന്നതാണ് ശ്രീനാഥ് ഭാസി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ അതിനകത്തെ കാസ്റ്റിങ്ങിലുള്ള വിജയം എന്ന് തന്നെ പറയുന്നത്. ശ്രീനാഥ് ഭാസി വളരെ മികച്ച രീതിയിൽ തനിക്ക് കിട്ടിയ ക്യാരക്ടർ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പക്ഷേ ആസാദി എന്ന് പറഞ്ഞ സിനിമ ശ്രീനാഥ് ഭാസിയുടെ കരിയറിലെ ഒരു 5 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന്, ആ ലിസ്റ്റിൽ ആസാദി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവും. അത് തിയേറ്ററിൽ സക്സസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അതിനുശേഷം പ്രേക്ഷകർ സ്വീകരിച്ചതുകൊണ്ടോ ആണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ശ്രീനാഥ് ഭാസി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിൽ ആസാദി എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിൻ്റെ 5 സിനിമകൾ, മികച്ച 5 സിനിമകൾ എടുത്താൽ അതിൽ ഒരു സിനിമയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീനാഥ് ഭാസിയുടെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ശ്രീനാഥ് ഭാസി. അപ്പോൾ ആസാദി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കാണണം. നിങ്ങൾ ഇത്രയും കാലം കണ്ട മലയാള സിനിമയിലെ ക്ലൈമാക്സിൽ വരുന്ന ട്വിസ്റ്റ് പോലെയല്ല ഈ സിനിമയിലെ ട്വിസ്റ്റ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളിങ്ങനെ എന്താ പറയുക, സീറ്റ് എഡ്ജായിട്ട് നമ്മളിങ്ങനെ ആ സിനിമ കാണും. അതിൻ്റെ ക്ലൈമാക്സ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ പോയി സിനിമ കാണുക. തിയേറ്ററിലുണ്ട്. സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്, മഴയാണ്. അതൊക്കെയാണ് ഈ സിനിമയിലേക്ക്, ഈ തിയേറ്ററിലേക്ക് ആളുകൾ വരാനൊരു മടിച്ചു നിന്നതെന്നറിയാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു അവസരത്തിൽ റിലീസ് ചെയ്തുകൊണ്ടായിരിക്കാം ആൾക്കാർ തിയേറ്ററിൽ എത്താതെ പോയത് എന്നതൊരു സത്യസന്ധമായ കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഞാൻ ഇന്നലെയൊക്കെ തിയേറ്ററിൽ കാണാൻ പോയപ്പോൾ ഏകദേശം ഒരു 3/4 സീറ്റുകൾ ഫില്ലാണ്. അപ്പോൾ ആളുകൾ ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സിനിമ എല്ലാവരും ചെന്ന് കാണുക. മികച്ച ഒരു സിനിമയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവും വേണ്ട. ശ്രീനാഥ് ഭാസിയുടെ കരിയർ ബെസ്റ്റ് സിനിമയാണ്. സാഗറിൻ്റെ കരിയർ ബെസ്റ്റ് എഴുത്തുകളിൽ ഒന്നായിരിക്കും ഇതാണ് ഏറ്റവും കരിയർ ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആ മനുഷ്യൻ്റെ ഉള്ളിൽ ക്രാഫ്റ്റ് ഉണ്ട്. ആ ക്രാഫ്റ്റിന് പുറത്ത് വരാനുണ്ട്. ജോയും അതുപോലെ തന്നെ, ജോ നീ ഒരു മികച്ച ഡയറക്ടറാണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യണം. നല്ല നല്ല സബ്ജക്റ്റുകൾ സാഗർ എഴുതണം. അപ്പോൾ എല്ലാവർക്കും ആസാദി എന്ന സിനിമയുടെ പിന്നണിയെ കുറിച്ച് എല്ലാവർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ. ആസാദി.